എന്ന യൂട്യൂബറുടെ മുഴുവൻ വ്യാഖ്യാനങ്ങളും തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം കരോലിന ഈ ലോകത്തോട് പറഞ്ഞു. അതിനവർ നേരിട്ടത് നിരന്തരമായ സൈബർ ആക്രമണമാണ്. പരസ്യമായി കൂട്ടബലാത്സംഗം നടത്തുമെന്ന് വരെ ഭീഷണിയായി. ഇന്ത്യയിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഒത്തിരി ആത്മസംഘർഷം അനുഭവിച്ചു. എന്നുവെച്ചാൽ ഇന്ത്യയിലിരുന്ന് ഇന്ത്യയെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയാൻ പാടില്ല എന്നതാണ് കരോളിൽ സംഭവം തെളിയിക്കുന്നത്. ഒടുവിൽ വിവിധ ഏജൻസികൾ കരോളിനും 2 കൊച്ചുകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിനും സുരക്ഷ ഏർപ്പാട് ചെയ്തു. ഇന്നും ഇന്ത്യക്ക് വേണ്ടി ലോകത്താകമാനം പ്രചാരണം നടത്തുന്ന കരോളിൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടരും. നിർഭയരായ പോരാളികൾ ഇന്ത്യയിൽ തുടരും. പേടിക്കുന്നവർ ഇന്ത്യ വിട്ട് വിദേശത്ത് പോയിരുന്ന സായിപ്പിന് ഒളിസേവ ചെയ്യും. രാജ്യത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പാർട്ടികൾ ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ?